ദൃശ്യം 3 വലിയ വിജയമായിരിക്കുന്നു. ദൃശ്യത്തിൻ്റെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ തോന്നുന്നത് ഈ ഒരു മൊമെന്റില്? വളരെ ഹാപ്പിയാണ്. ടെൻഷനും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് ഇതിൻ്റെ സക്സസ് ഈ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോകാത്ത ഒരാളാണ് ഞാൻ. ആ. അപ്പോൾ ഇതെല്ലാം കണ്ട് റിവ്യൂസും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോകണം. എന്ന് വെച്ചാൽ ആ ജെന്യൂൻ സാധനങ്ങൾ നമുക്കൊന്നൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ അതിന്റെ ഒരു ഒരു രീതി. ത്രില്ല്. ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോട്ടാണ്, വളരെ ഇൻട്രോട്ടാണ്. ഈ അനിൽ ജോൺസൺ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന് പുറകിലുള്ള ആളാരാണെന്ന് അറിയില്ല. സ്വയവും അങ്ങനെ ഒരു എന്താ പറയാ, കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ട് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ, അനോണിമിറ്റി ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടെ റിയൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ. ഇപ്പോൾ ചായ പിടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഇപ്പം ഈ ദൃശ്യം റിലീസ് ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ ചായ പിടിക്കാൻ പോയിരിക്കുമ്പോൾ അവിടെ ആളുകൾ പറയുന്ന കമൻസ് ആ. കണ്ടവർ വന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ നിന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സ്, ആ ക്ലൈമാക്സിൻ്റെ മ്യൂസിക് നല്ലതായിരുന്നു കേട്ടോ എന്നൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ചിലർ ക്രിട്ടിസൈസ് ചെയ്യണവരുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, റോന്ത് ചെയ്തപ്പോൾ റോന്തിൻ്റെ ക്ലൈമാക്സിൽ അത് ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര ഡാർക്കായി പോയി. എൻ്റെ ആ വയലിനൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം വരുന്നൊക്കെ. ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ് ആക്ച്വലി. ആ, 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 ആ. കാരണം ആളുകൾ വളരെ ജെന്യൂനായിട്ട് പറയുമ്പോൾ അത് നേരെ മറിച്ച് എന്നെ വ്യക്തിപരമായിട്ട് അറിയുകയോ അല്ലെങ്കിൽ എൻ്റെ ഇമേജ് അത്രയും പുറത്ത് ആളുകൾക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് പറയൂല. ഉം. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര രസമാണത് കേൾക്കാനായിട്ട്. ഈ ആളുകൾ ഇപ്പൊ ദൃശ്യത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് അറിയാതെ ഇപ്പൊ ദൃശ്യത്തിനെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ അലൻ ജോൺസിനെ പറ്റി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് അലൻ ജോൺസൺ നേരിട്ട് കേൾക്കുന്നതിന് പക്ഷേ അലൻ ജോൺസിനെ തിരിച്ചറിയുന്നില്ല ആളുകൾ. അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളറിയും ബിബിൻ അശോക് എന്ന് പറഞ്ഞ ആ, മ്യൂസിക് ഡയറക്ടർ. ആ, അപ്പോൾ പുള്ളി ഇവിടെ ദൃശ്യം തൊട്ട് പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ കല്യാണത്തിന് ഞങ്ങൾ വടകര പോയപ്പോൾ ബിജി ഞാനൊക്കെ ഉണ്ട്. ആ. അപ്പോൾ അവിടെ ആളുകൾ ബിജിനെ എല്ലാവർക്കും പേഴ്സൺ അറിയാം. ബിജുവാലിനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ബിജിയുടെ പുറകെ ഇങ്ങനെ കുറേ ആളുകൾ കൂടി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ബിജി പറഞ്ഞ് ഇവിടെ അനിൽ ജോൺസൺ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മറ്റേ മെമ്മറീസൊക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് പേരറിയാം, സിനിമകളും അറിയാം, ദൃശ്യം. ഇവരിവിടെ അന്വേഷിച്ചെടുക്കുക. എൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ പോകണേ അനിൽ ജോൺസൺ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്, പുള്ളി എവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ കൂടി പോകും. അത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആക്ച്വലി. വളരെ പ്രൈവറ്റായിട്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് അവരറിയുന്നില്ല, പക്ഷേ അവർക്ക് പേരറിയാം, പടങ്ങളറിയാം. അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ളൊരു എൻജോയ്മെൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഞാൻ കുറച്ചുകൂടി പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റോക്ക് സ്റ്റാർ അനിരുദ്ധ് മ്യൂസിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എംബ്ലം വരിക, അല്ലെങ്കിൽ യുവൻ മ്യൂസിക്കൽ, യുവൻ റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രാൻഡിങ് വരിക, അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും തമിഴ് സിനിമകളിലൊക്കെ വരുന്നത്. പക്ഷേ ആ രീതിയിലൊരു സ്റ്റാമ്പിങ്ങോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതെന്താ കാരണം? ഇപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം വർക്കായിട്ടുള്ള ഒരു പടമാണ്, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ തീം സോങ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബ്രാൻഡിങ് വേണ്ടാന്ന് തീരുമാനിച്ചത്? ഇതിനൊരു ഒരു എനിക്ക് ഈ പടം കഴിഞ്ഞ സമയത്ത് ജിത്തുവിനും ഒരു മെയില് കെ ബാലേന്ദ്ര സാറിൻ്റെ തമിഴിൽ നിന്ന് കെ ബാലേന്ദ്ര സാറിൻ്റെ ഒരു മെയിൽ ഉണ്ടായിരുന്നു. ആളതിൻ്റെ അകത്ത് പറഞ്ഞൊരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫിലിമിൽ വന്നതും അതിനാണ്. പുള്ളി പറഞ്ഞത് എനിക്ക് ഐ കുഡ് ഫീൽ എവറി ബിറ്റ് ഓഫ് മ്യൂസിക് ബട്ട് ഐ നെവർ ഹേർഡ് എനിത്തിങ് ദാറ്റ് എലിവേറ്റഡ് ദ ഫിലിം. അതായത് ആ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ഈ മ്യൂസിക് അതിൻ്റെ അകത്ത് ബ്ലെൻഡിനായിട്ട് ഞാൻ ആ മ്യൂസിക് അല്ല കേൾക്കണം, ഞാൻ അവരുടെ ഇമോഷൻസാണ് കേൾക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ഒരു ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ആഗ്രഹിച്ചു അതാണ്. കാരണം സിനിമയുടെ മുകളിൽ മ്യൂസിക് എന്നോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഞാനും ആസ്വാദകൻ എന്നുള്ള നിലയിൽ സിനിമയുടെ ഒരു ഡയമെൻഷനാണ്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ്, ഒരു നല്ല ഡയറക്ഷൻ, നല്ല ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസസ്, ഇവർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾക്കൊരു എലിവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പോൾ സിനിമ 2D ആണ്, അതിൻ്റെ മൂന്നാമത്തെ ഡയമെൻഷൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം സൗണ്ടാണ്. അത് മ്യൂസിക് മാത്രമല്ല, സൗണ്ട് ഡിസൈനും എല്ലാം കൂടിയാണത്. അതാണ് അതിൻ്റെ മൂന്നാമത്തെ പെർസ്പെക്റ്റീവ്. അപ്പോൾ അതിനെ മാത്രം എടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പേടിയാണത്. കാരണം ഇപ്പോൾ ചില സിനിമകളിൽ മ്യൂസിക് അടിപൊളിയാണെന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം സിനിമയ്ക്ക് അത് ഗുണമല്ലേ എന്നുള്ളൊരു തോട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു ഭയമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെയാണ് സിനിമേനെ നോക്കി കാണുന്നത്. കാരണം മ്യൂസിക് അതിനകത്ത് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ ലാലേട്ടൻ്റെ പല പടങ്ങളിലും മ്യൂസിക്കിനെക്കാളും കൂടുതൽ നമ്മൾ ആ സിനിമ, പുള്ളിയുടെ കഥാപാത്രവും പുള്ളി അഭിനയിച്ചങ്ങനെ ഇമോഷൻസൊക്കെ ചിലപ്പോൾ എലിവേറ്റ് ചെയ്യുന്ന കമ്പോസേഴ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇവരുടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ കരിസ്മക്കകത്ത് നമ്മൾ നിൽക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും
ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കുന്ന ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ഫ്രണ്ടിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അതങ്ങനെ നല്ല കാര്യമല്ലെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസമായിരിക്കും. ഇപ്പൊ ദൃശ്യം ഇറങ്ങിയ സമയത്ത് തന്നെ, ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പൊ 5 വയലിലും 5 വയോളയും വെച്ചിട്ട് പല ഏരിയകളിലും, അതായത് അത്രയും ചെറിയൊരു ക്രൂ വെച്ചിട്ടാണ് അതിൽ പല ഏരിയകളും അതിൽ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മ്യൂസിക്. സോ ദൃശ്യം ചെയ്യുന്ന സമയത്തും ഇതിന് വലിയൊരു സാധ്യത ഉണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളൊക്കെ ഉണ്ട് ഫസ്റ്റിൽ തന്നെ. അപ്പം സാധാരണ നമ്മൾ ട്വിസ്റ്റുകളിലൊക്കെ ജൻ 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 ആ മ്യൂസിക്കൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ബേസിക്കലി വയലിനെ ബേസിക്കലി ആശ്രയിക്കാം. ആ തോട്ട് എവിടുന്നാ വരുന്നത്? ഇത് ആക്ച്വലി ഞാനും ജിത്തും കൂടി മെമ്മറീസ് തുടങ്ങിയപ്പോൾ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അല്ല എനിക്ക് മ്യൂസിക്കിൻ്റെ മാസീവ്നെസ് അല്ല, എനിക്ക് മ്യൂസിക് ഇമോഷനായിട്ട് എനിക്ക് വേണം. അപ്പം പുള്ളിയും അങ്ങനത്തെ ഒരു മ്യൂസിഷ്യനെ തപ്പി കിടക്കുകയായിരുന്നു പുള്ളി. അപ്പം ഞങ്ങളൊരു കഥ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് എന്താ മനസ്സിലായി ഈ സിനിമയുടെ ടോട്ടൽ ഇമോഷൻ എന്താ മനസ്സിലായെന്ന് ചോദിച്ചിട്ട് ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു തീമാക്കി കൊടുക്കും. ഇപ്പോൾ ദൃശ്യം കേട്ടപ്പോൾ എനിക്ക് ആ കഥ പുള്ളിയുടെ ഇപ്പം ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് തരും, ഞാൻ വായിക്കും. അത് കഴിഞ്ഞ് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ ചെയ്യണ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ മനസ്സിലായെന്നൊരു ട്യൂണാക്കി കൊടുക്കും. അതാണ് ആ ദൃശ്യത്തിന്റെ മോട്ടീവ്. അത് തന്നെ ആ മോട്ടീവ് അതാണ് ആദ്യം കൊടുത്തത്. അപ്പൊ പുള്ളി ചോദിച്ചത് എന്താന്ന് വെച്ച്, അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഉള്ളി പിടിക്കുന്ന ഒരാൾക്ക് ഒരു മെലൻകളി എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയാണത്. അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ വേണം, നിസ്സംഗത ഉണ്ടാവും. അപ്പോൾ ചില ലോങ് നോട്ട്സ് വേണം, ചില ഷോർട്ട് നോട്ട്സ് വേണം. അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു മ്യൂസിക് ചെയ്യാൻ പറ്റില്ല, സങ്കടത്തിൻ്റെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ അകത്ത് ഉണ്ടാവുന്നൊരു ഇമോഷണൽ ടേമോയിൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇങ്ങനൊരു തീം ഉണ്ടാക്കിയപ്പോൾ അത് ജിത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ കേൾക്കുന്ന ആ ക്ലൈമാക്സ് തീം, അപ്പോൾ ഇതിനൊന്ന് എനിക്കൊന്ന് വലുതാക്കി കേൾപ്പിക്കാമെന്ന് ചോദിച്ചതാണ്. നിങ്ങൾ ദൃശ്യം 1 കാണുന്ന ഏറ്റവും ഫിനാലെ സ്കോർ അത് സിനിമയ്ക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ജോർജ് കുട്ടി അങ്ങനെ തന്നെ ചെയ്തു വെച്ചേക്കണമെന്നാണ് കാണുന്നത്. അപ്പോൾ അവിടെ തൊട്ടാണ് ജോർജ് കുട്ടിയുടെ ഇപ്പോൾ ഈ സിനിമ സെക്കൻഡ് വരുമ്പോഴും തേർഡ് വരുമ്പോഴും ജോർജ് കുട്ടി ആ വ്യക്തി തന്നെയാണ്. ജോർജ് കുട്ടി അതിൽ നിന്ന് മാറിയിട്ടില്ല. ആളുകൾക്കാണ് പുള്ളിയിൽ മാറ്റങ്ങൾ കാണുന്നതും തിയേറ്റർ മെറ്റീരിയലി മാറിയെങ്കിലും ആ കൊലപാതകം നടന്ന മൊമെൻറ്റിൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ സാധനങ്ങളും മാറി, ഐക്വേഷൻസ് എല്ലാം മാറി. അപ്പോൾ അവിടം തൊട്ട് നമ്മൾ കാണുന്നത് ഇയാളുടെ മനസ്സിലുള്ള എന്താണോ. ഇപ്പോൾ ദൃശ്യം 3 നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പുള്ളി മറ്റേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് മറന്നൊക്കെ പോകുന്നത്. അതൊക്കെ ഇയാളുടെ ഈ ഉള്ളിലുള്ള ഫിയറാണ്. അയാൾക്ക് സന്തോഷിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടി ആദ്യമേ ചെയ്തു വെച്ചൊരു പരിപാടിയാണ്. ഇപ്പം നമുക്ക് പാർട്ടുണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ജോർജ് കുട്ടിയാണ്. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോർജ് കുട്ടി, നമ്മുടെ ചുറ്റുമുള്ള ജോർജ് കുട്ടി എല്ലാ എനിക്കാണ് കുട്ടികളുള്ള എല്ലാ അപ്പന്മാരിലും ഒരു ജോർജ് കുട്ടി ഉണ്ട്. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും ജിത്തു ശരിക്കും എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയാണ് ജിത്തു ഒരു ജോർജ് കുട്ടി തന്നെയാണ്, ഞാനൊരു ജോർജ് കുട്ടി തന്നെയാണ്. അപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. കാരണം ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഓഡിയൻസ് അത് തന്നെയാണ്. ആ ഫാമിലി ഓഡിയൻസ് എന്തുകൊണ്ട് കയറുന്നത് വെച്ചാൽ ഒരു പിതാവിന് അവരുടെ ഫാമിലിനോട് പറയാനുള്ള കഥയാണത്. ആ മക്കൾ ഉൾക്കൊള്ളേണ്ട ഒരു കഥയാണത്. ഒരമ്മ കാണിച്ചു കൊടുക്കുന്നത് നിൻ്റെ അച്ഛൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര കണ്ടാലും ആൾക്കാർക്ക് അങ്ങ് മടുക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ കഥ വായിച്ച് നമ്മുടെ മനസ്സിൽ കൂടി പോയി അതിൻ്റെ അകത്ത് നിന്ന് ഫൈനലി ഉണ്ടാവണമെന്നൊരു തീം. ഇപ്പം ലാലേട്ടൻ ഈ ദൃശ്യം 3 ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ളത് കാരണം റെഗുലറായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യാൻ വിട്ടുപോവുകയും, അല്ലെങ്കിൽ അത് ഇപ്പോൾ എന്താ പറയുക, വെള്ളം വായിൽ കുലുക്കൊഴിഞ്ഞ് തുപ്പുന്നതൊക്കെ തന്നെ ആ 2 സീക്വൻസുകൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. പക്ഷെ അത് വളരെ നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കോൾ വരികയും അദ്ദേഹം അതെടുത്ത് സംസാരിച്ചതിന് ശേഷം പിന്നെ മറ്റൊരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, കഴിച്ചെടുത്താണല്ലോ എഡിറ്റ് വന്നതെന്ന് പറയുമ്പോൾ രണ്ടൊരു നോട്ടോ കഴിക്കായിരുന്നല്ലേ എന്നുള്ള നോട്ടങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ടാണ് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യം കാണുന്ന ഒരാളും കൂടിയാണല്ലോ, അതായത് എഡിറ്റർ കഴിഞ്ഞിട്ട് കാണുന്ന ആളും കൂടിയാണല്ലോ. ഇത് കാണുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ കടന്നു പോകുന്ന ഫീല്? എന്നെ ആദ്യം എക്സൈറ്റ് ചെയ്തതൊന്നുമല്ല. ഞാൻ ലൊക്കേഷനിൽ അങ്ങനെ പൊതുവെ അങ്ങനെ അധികം പോകാറില്ല. ഞങ്ങൾ ഷൂട്ടിന് മുന്നേ പോയിട്ട് റെക്കി നടക്കുന്ന സമയത്ത് പോയി എനിക്ക് ലൊക്കേഷൻ കാണുന്ന ഒരു പരിപാടി ഉണ്ട്. കാരണം ആ ജോഗ്രഫി എന്താണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി നമുക്ക് ഇൻസ്ട്രുമെൻ്റൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജിത്തു പറയാറുണ്ട്. അങ്ങനെ ദൃശ്യം 1 ഞാൻ ചെന്ന ദിവസം കണ്ടത് ആ ഡൈനിങ് ടേബിളിലുള്ള സീക്വൻസാണ്. സത്യം പറഞ്ഞ ജിത്തു ആക്ഷൻ പറഞ്ഞിട്ട് ഞാൻ ഈ പുള്ളി അഭിനയിക്കുക എന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം പുള്ളി കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ആ പാത്രം എടുത്ത് നീക്കി വെച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ
ഇതിൻ്റെ അകത്തൊക്കെ പുള്ളി കാണുന്ന മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ ഇപ്പുറത്തെ മോണിറ്ററിൽ കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പുള്ളി ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ഓരോ സാധനങ്ങളും പുള്ളി ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തൊട്ട് ഞാൻ ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ നമുക്കത് മ്യൂസിക് ചെയ്യുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഒരു സിംഗിൾ നോട്ടായിരിക്കും അവിടെ അത് വേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓഡിയൻസ് ചില മ്യൂസിക് ആ സീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ആ തുപ്പുന്ന ആ വെള്ളം തുപ്പി പുള്ളി പോകുന്ന ആ സീക്വൻസിൻ്റെ അകത്ത് നമ്മളവിടെ ഒരു മ്യൂസിക്കിൻ്റെ വളരെ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതായത് ഫാമിലിക്ക് എന്താണ് മനസ്സിലായത്, അത് പുള്ളി ഹാപ്പിയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അവസ്ഥ വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ലാലേട്ടനെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട് ഇവരുടെ. ഇത് കണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞത്.